ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ സോഴ്സ് ഓഫ് ഫിനാൻസിങ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ക്ലാസ്സുകൾ നേരത്തെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അതേപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് ഈസ് വെൻ വെൽത്തി ഇൻഡിവിജ്വൽ, അതായത് വെൽത്തി ഇൻഡിവിജ്വൽസ്, അതായത് കുറച്ച് പണമുള്ള ആളുകൾ, അവരെ നമ്മൾ ഏഞ്ചൽസ് എന്ന് പറയും. ഇവരെന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ദെയർ പേഴ്സണൽ മണി ഇൻ ടു സ്മോൾ ഓർ സ്റ്റാർട്ടപ്പ് ബിസിനസ്. അവരുടെ പണം സ്മോൾ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിൽ നോർമലി ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഇൻ എക്സ്ചേഞ്ച് ഓഫ് എന്തായിരിക്കും? ഇക്വിറ്റി അല്ലെങ്കിൽ കൺവേർട്ടബിൾ ഡെപ്റ്റ് ആയിരിക്കും. ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറോ അല്ലെങ്കിൽ കൺവേർട്ടബിൾ ഡെപ്റ്റിനോ പകരമായിട്ട് ചില പണക്കാർ എന്ത് ചെയ്യുന്നു? അവരുടെ കയ്യിലുള്ള പണം സ്മോൾ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. ഈ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുക? ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വെൽത്തി ഇൻവെസ്റ്റേഴ്സ്, വെൽത്തി ഇൻഡിവിജ്വൽസ്, അവരെയാണ് നമ്മൾ എന്ത് പറയുക? ഏഞ്ചൽസ് എന്ന് പറയുക. അപ്പോൾ ഈ ഏഞ്ചൽസ് എന്ത് ചെയ്യുന്നു? അവരുടെ കയ്യിലുള്ള പണം ഇക്വിറ്റി ഷെയറിനോ അല്ലെങ്കിൽ കൺവേർട്ടബിൾ ഡെപ്റ്റിനോ പകരമായിട്ട് സ്മോൾ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുക. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ്? ഏഞ്ചൽ ഇൻവെസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത് അതാണ് ഏർലി സപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഹെൽപ്പ് സ്റ്റാർട്ടപ്പ് വെൻ ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഫണ്ടിങ്. ഓക്കെ, അതായത് പണം കിട്ടാൻ പൊതുവെ സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾക്ക് ഫണ്ട് കണ്ടെത്താൻ എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. അത്തരം കേസിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. ബിഫോർ ദി ബിസിനസ് ഈസ് വെൽ നോൺ. ഇപ്പോൾ ഇവിടെ ബിസിനസ് എന്താണ്? വെൽ നോൺ അല്ല, അറിയപ്പെടുന്നതിന് മുമ്പ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ കയ്യിലുള്ള പണം ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു? തരുന്നു അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത് മെൻറ്റർഷിപ്പാണ്. അതായത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ബ്രിങ് വാല്യുബിൾ എക്സ്പീരിയൻസ്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? അവരുടെ വാല്യുബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു. ആൻഡ് അഡ്വൈസ് ടു ഹെൽപ്പ് ബിസിനസ് സക്സീഡ്. ബിസിനസ് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്വൈസ് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുന്നു? വെക്കുന്നു എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ലെസ് പ്രഷറാണ്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് യൂഷ്വലി ഡോണ്ട് ഡിമാൻഡ് ആസ് മച്ച് കൺട്രോൾ ഓർ ക്വിക്ക് റിട്ടേൺ ആസ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. അപ്പോൾ ഈ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പണമുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടാകില്ല? അവരുടെ പണത്തിൻ്റെ മുകളിൽ പെട്ടെന്ന് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ റിട്ടേൺ കൊടുക്കേണ്ടതായിട്ടൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്? അവരുടെ പ്രഷർ, അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഇനി ഫ്ലെക്സിബിൾ ടേംസ് ആണ്. ഇപ്പോൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് മേ ഓഫർ മോർ ഫ്ലെക്സിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ടേംസ്. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ടേംസിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്തായിരിക്കും? ഫ്ലെക്സിബിൾ ആയിരിക്കും എന്നുള്ളതാണ് മറ്റൊന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അഡ്വാൻറ്റേജസ് വരുന്നത് ഏഞ്ചൽ ഇൻവെസ്റ്റിങ്ങിൻ്റെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ഏഞ്ചൽ ഇൻവെസ്റ്റിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്നുള്ളതാണ്. ഓക്കെ, അതിലൊന്നാമതാണ് ലിമിറ്റഡ് ഫണ്ട്. ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നോർമലി എന്തായിരിക്കും? സ്മോളർ എമൗണ്ട് ആണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നത്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെഞ്ചർ ക്യാപിറ്റൽ പോലെയുള്ള മറ്റുള്ള സോഴ്സ് ഓഫ് ഫിനാൻസിങ്ങിനെ നോക്കി പറയുമ്പോൾ ഇതെന്താണ്? ലിമിറ്റഡ് ഫണ്ട് മാത്രമാണ് എന്നുള്ളതാണ് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി ഹൈ റിസ്ക് ആണ്. ഓക്കെ, വെൻ സ്റ്റാർട്ടപ്പ് ഫെയിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് മൈറ്റ് ലോസ് ദെയർ മണി. ഈ സ്റ്റാർട്ടപ്പൊക്കെ വിജയിച്ച് വന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹൈ റിസ്ക് ആണ് എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഇനി ഇക്വിറ്റി ഡയല്യൂഷനാണ്. ഇപ്പോൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അലോട്ട് ചെയ്യുമ്പോൾ അവർക്ക് പകരമായിട്ട് ഇക്വിറ്റികൾ എന്ത് ചെയ്യേണ്ടി വരും? ഇക്വിറ്റി ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇക്വിറ്റിയുടെ പകരമായിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഇക്വിറ്റി ഡയല്യൂഷൻ ഉണ്ടാകും. അവരുടെ ഇക്വിറ്റി ഷെയറിൻ്റെ ഒരു ഭാഗം കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി ഇൻവോൾവ്മെൻ്റ് ആണ്. സം ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് മേ വാണ്ട് ടു ബി വെരി ഇൻവോൾവ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ചില ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ആവശ്യപ്പെടും? സ്ഥാപനത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ പങ്കാളികളാകണമെന്ന് ആവശ്യപ്പെടും. ഇതും എന്താണ്? ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ,
ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഏഞ്ചൽ ഇൻവെസ്റ്റിങ്ങും അതേപോലെ വെഞ്ചർ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് ഇറ്റ് ഈസ് യൂഷ്വലി ഹാപ്പൺസ് ഇൻ ദി വെരി ഏർലി സ്റ്റേജ് ഓഫ് ബിസിനസ്. ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത് എപ്പോഴാണ്? ഒരു ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെയാണ്. എന്നാൽ വെഞ്ചർ ക്യാപിറ്റലോ ഇറ്റ് കംസ് ഇൻ അറ്റ് എ ലേറ്റർ സ്റ്റേജ്, വെൻ ഏർലി സ്റ്റേജ്, വെൻ ദി ബിസിനസ് ഹാസ് ടേക്കൺ ഓഫ്. അത് ബിസിനസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെഞ്ചർ ക്യാപിറ്റലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. എന്നാൽ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടപ്പിൻ്റെ സമയത്ത് വരുന്നതാണ്. ഇനി ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ദെയർ ഓൺ മണി. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എന്താണ്? അവരുടെ പണം തന്നെയാണ്. എന്നാൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത് പൂൾഡ് മണിയാണ്, ഫ്രം വാരിയസ് സോഴ്സിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഇനി സ്മോളർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഏഞ്ചൽ ഇൻവെസ്റ്റിങ്ങിൽ നോർമലി സ്മോളർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടക്കുന്നത്. ഇനി ലാർജർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വെഞ്ചർ ക്യാപിറ്റലിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ഡൈവേഴ്സ് ഇൻഡസ്ട്രീസ്. ഓക്കെ, ഇവിടെ ഏഞ്ചൽ ഇൻവെസ്റ്റിങ്ങിൽ ഡൈവേഴ്സ് ഇൻഡസ്ട്രി, വ്യത്യസ്തമായ ഇൻഡസ്ട്രികളിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. എന്നാൽ ഒരു സ്പെസിഫിക് സെക്ടറിലാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ സ്പെസിഫിക് സെക്ടർ ഇൻ ദി കേസ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ഹൈ റിസ്ക് കമ്പനീസ്. നോർമലി ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഹൈ റിസ്ക് കമ്പനീസിലാണ്. എന്നാൽ വെഞ്ചർ ക്യാപിറ്റലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ മോഡറേറ്റ് ടു ഹൈ റിസ്ക് കമ്പനീസ്. മോഡറേറ്റ് മുതൽ ഹൈ റിസ്ക് കമ്പനികൾ വരെയാണ് ഈ ഒരു വെഞ്ചർ ക്യാപിറ്റലിൻ്റെ കേസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ദീസ് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് ആൻഡ് വെഞ്ചർ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ടത്. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.